ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലൊരു പാറൻ്റെ മുകളിലാണ്. ഈ പാറൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പാറയാണ്. തീരെ വീതിയില്ല, ഫുള്ള് ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന പാറയാണ്. പണ്ടൊക്കെ ഞങ്ങൾ ഈ പാറൻ്റെ മുകളിൽ വന്നിരിക്കുകയായിരുന്നു. അതുപോലെ ഈ പാറൻ്റെ താഴത്തൊരു പുളിമരമുണ്ട്. ആ പുളിമരത്തിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് പുളിയൊക്കെ പറിച്ച് കഴിച്ച് വീട്ടിൽ നിന്ന് ഉപ്പൊക്കെ കൊണ്ടുവരും, ഉപ്പിലൊക്കെ കുത്തി തിന്നും. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാണ്. അപ്പം ആ ബാക്കിലൊരു ആൽമരമുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ അല്ല കേട്ടോ കൂടുന്നത്, ഞങ്ങളിപ്പോൾ ഇവിടുന്ന് വീട് മാറിപ്പോയി. പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന വീട് ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഞങ്ങൾ വിറ്റിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ഇരുന്ന് ഒരു 2 വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ടാണ് വന്നത്. 2 യൂട്യൂബിന് വേണ്ടിയിട്ടും 2 റീൽസും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ മൊത്തം ഒരു ആൽമരമായി. ആ തണലത്തിന് ഇരുന്ന് വീഡിയോ ചെയ്യുന്നു, ഫോണിങ്ങനെ പാറമ്പൽ ഇങ്ങനെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആൽമരം അതേപോലെ ചാരയ്ക്ക് ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്നൊക്കെ മനസ്സിൽ. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആൽമരവും ഇല്ല, കാനിരമരവും ഇല്ല, ഒരു കുഴപ്പമില്ല. അതൊക്കെ വെട്ടിക്കളഞ്ഞ്. അതുപോലെ തന്നെ ഇവിടെ താഴത്തുണ്ടായിരുന്ന പുളിമരം ഒപ്പം കാണാനില്ല, അതും വെട്ടിക്കളഞ്ഞ്. അതൊക്കെ ഒരു മെമ്മറിയായി. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കാട് പിടിച്ച്, വഴി പോലും ഇല്ല. ഇവിടെ പണ്ട് ഞങ്ങളൊക്കെ ചെറുതായ സമയത്ത് പറമ്പാണെങ്കിൽ പോലും ഫുള്ള് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള പറമ്പ്, നല്ല വഴികളുണ്ടായിരുന്നു, ഫുള്ള് റബ്ബർ തോട്ടമുണ്ടായിരുന്നു. അപ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ വഴികൾ ഈ സമയത്തൊക്കെ ആകുമ്പോഴത്തേന് ഫുള്ള് ഇലയൊക്കെ പൊയിഞ്ഞിട്ട്, റബ്ബറിൻ്റെ ഇലയൊക്കെ പൊയിഞ്ഞിട്ട് നല്ല ഫുൾ ചവല, എന്താ പറയുക, ചപ്പുകളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു സൗണ്ടും നടക്കാൻ തന്നെ നല്ല രസമായിരിക്കും, കാണാൻ നല്ല രസമായിരിക്കും. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു കുന്തമില്ല, വയ്യൊന്നും എനിക്ക് മനസ്സിലാവുന്ന പോലില്ല. പറയുകയാണെങ്കിൽ ഒരു 10-16 വർഷം ഞാനിവിടെ ജീവിച്ച ആളാണ്. പക്ഷെ എനിക്ക് ആ പറമ്പ് കയറുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത്, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, ഈ പാറിൻ്റെ മുകളിലേക്ക് എത്താൻ ഏത് പറമ്പിൽ കൂടിയാണ് പോകേണ്ടത്, ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം അന്ന് നടന്നെങ്കിൽ വയ്യൊന്നും ഇപ്പം ഇല്ല താനും. അതുപോലെ തന്നെ പറമ്പുകൾ ഫുള്ള് കാട് കൂടിയിട്ട് ഏത് പറമ്പാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ പിന്നെ ഏതൊക്കെയോ കാണുന്ന ഊടുവായി കൂടിയൊക്കെ നടന്നിട്ടാണ് ഇതിൻ്റെ മുകളിലെത്തിയത്. ഇവിടെ നോക്കുമ്പോൾ ആൽമരം കാണാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം. മാത്രമല്ല, ഇനി ഫോൺ ഞാൻ എവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതൊരു കുത്തനുള്ള പാറാണ്. അപ്പോൾ ഈ പാറിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള നടക്കില്ല. പിന്നെ മുകളിൽ കുറച്ച് പരന്ന സ്ഥലമുണ്ട്, പക്ഷേ അവിടെ ഫുള്ള് വെയിലാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എന്തായാലും വീഡിയോ എടുക്കാൻ നടക്കില്ല. ഇവൻ ഞാനൊരു ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നി, എൻ്റെ വണ്ടീൻ്റെ ഡിക്കിയിൽ വെച്ച് അത് എടുക്കാനും മറന്നു. കാരണം വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്. വിശപ്പ് മാറാൻ ഞാനൊരു പഴം എടുത്താണ് വന്നത്. പക്ഷേ ആ പഴം കഴിച്ചാൽ എന്തായാലും എനിക്ക് വെള്ളത്തിന് നല്ലപോലെ ദാഹിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ കത്തിയടി മൊത്തം കേട്ടാൽ നിങ്ങൾക്ക് ചടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പാറ എന്ന് പറയുന്നത്. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നോർമൽ ഒരു ചെറിയ പാറയിട്ട് തോന്നും. ആക്ച്വലി ഇത് വീതിയില്ല, കുത്തനുള്ള പാറയാണ്. പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ താഴെ ഒരു വീട് കണ്ടോ, ആ വീടിൻ്റെ മേൽക്കൂരിൻ്റെ എത്രയോ ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഹൈറ്റ് മനസ്സിലായില്ലേ. പിന്നെ ദാ ഒരു വാർപ്പിൻ്റെ വീടുണ്ട് അവിടെ, ആ വീടിൻ്റെ എത്രയോ ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ദാ ഈ കുത്തനാണ് ഞാൻ ഇറങ്ങിയപ്പം വന്ന് ഇവിടെയാണ് ഞാൻ ഇരുന്നത്. അതിൻ്റെ മുകളിലായിരുന്നു ആൽമരം ഉണ്ടായിരുന്നത്. അവിടെ കുറേ കാട് പോലെ കാണുന്നില്ലേ, അവിടെയായിരുന്നു ആൽമരം ഉണ്ടായിരുന്നത്. അപ്പോൾ ആൽമരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ആ തണലത്തിരുന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ഇതാ ഇവിടെ ഒരു കുഴി പോലെ ഉണ്ട്, അങ്ങോട്ടൊക്കെ താഴോട്ട് വീണാൽ തലയിടിച്ച് ചാവും. പിന്നെ ജീവിതത്തിലോട്ടൊരു തിരിച്ചറിവ് പ്രതീക്ഷിക്കേ വേണ്ട. ഇതാണല്ലേ സംഭവം ആൽമരം. മറ്റേത് കാഞ്ഞിരമരം കേട്ടോ, എന്നോട് മാറിപ്പോയതാ. കാഞ്ഞിരമരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ചവർപ്പ് ഉണ്ടാവില്ല, അതിൻ്റെ കായ് കഴിച്ചാൽ തൊള്ളൊക്കെ കഴിക്കുന്ന, അതിൻ്റെ കായ് ഇലയൊക്കെ. അപ്പോൾ ആ മരമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ആൽമരം. പിന്നെ ഇവിടെ ഈ ആൽമരത്തിന്മേൽ ഇങ്ങനെ വള്ളി കണ്ടോ, ആദ്യം അവിടെയൊക്കെ നല്ല വലിയ വള്ളികൾ ഉണ്ടാവുകയും അപ്പോൾ അതുമേലൊക്കെ ഇങ്ങനെ ആടാൻ നല്ല രസമായി. ഞങ്ങൾ ഫ്രണ്ട്സെല്ലാവരും വന്ന് അവിടെ ഇങ്ങനെ ആടും. അതുപോലെ തന്നെ അവിടെ ഒരു മരം എപ്പോഴും ഉണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു മരം കണ്ടോ, ചെറിയൊരു ഇങ്ങനെ ഇരിക്കാൻ പോലെ, അതിൻ്റെ മുകളിൽ ഞങ്ങൾ കയറിയിരിക്കുകയും ഒരു പാറൻ്റെ കഷ്ണം കണ്ടോ. ഈ പാറ നമുക്ക് കാണുമ്പോൾ വിചാരിക്കും ഇതിപ്പോൾ ഇങ്ങോട്ട് നമ്മൾ മേൽക്ക് പോകുന്നു. കാരണം അങ്ങനെയാണ് ആ പാറ നിൽക്കുന്നത്. നമ്മൾ ഈ പാറൻ്റെ മുകളിൽ വേറൊരു എക്സ്ട്രാ പീസ്. അപ്പോൾ അതിൻ്റെ കയ്യിൽ അങ്ങോട്ട് കയറി പോകുമ്പോൾ ഒരു പേടി, ഇതിങ്ങനെ തലയിലേക്ക് വീഴുമെന്ന്. പക്ഷേ വർഷങ്ങളായിട്ട് ആ പാറ അവിടെ തന്നെ ഉണ്ട്, ഇതുവരെ വീണിട്ടൊന്നുമില്ല. എനിക്ക് ഭയങ്കര സങ്കടം വരിക. കാരണം ഞങ്ങളുടെ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരുമില്ല, ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി, കല്യാണം കഴിഞ്ഞ് പോയി, ജോലിക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ പോയി, ആരുമില്ല. അപ്പോൾ ഈ കുന്നിൻ്റെ മുകളിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര മിസ്സിങ് അവരൊക്കെ. ഇപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ ഇരുന്ന് നിങ്ങൾ സംസാരിച്ചിരിക്കുകയും. എൻ്റെ ഒരു ഫ്രണ്ടിനെ മാത്രം കണ്ടിട്ടോ, അവൾ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവളോട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ ഞാൻ അങ്ങോട്ട് നേരെ പോകുന്നു. അവളെ വീട്ടിലാണ് എൻ്റെ വണ്ടി വെച്ചത്. പണ്ട് ഇങ്ങോട്ട് വണ്ടി പോലും വരില്ല ഇങ്ങോട്ടോ. അപ്പോൾ അവളെ വീട്ടിലൊക്കെ ഇപ്പോൾ വണ്ടി വെക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുക, പണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകേണ്ടി. ഇപ്പോൾ അവിടെയൊക്കെ ഫുള്ള് നിരത്തി റോഡായി. പക്ഷെ എന്നാലും സ്റ്റിൽ മനസ്സിൽ ഭയങ്കര സങ്കടം. ഇപ്പോൾ ആ ചൈൽഡ്ഹുഡ് ആണെങ്കിൽ ഇതിലൊക്കെ ഇങ്ങനെ ഓടി നടക്കാൻ, വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഞാൻ
ഇപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കും, നമ്മൾ സിനിമയിലെ കാണും, നമ്മളിപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ പാസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ കാണുന്നത് എനിക്കിപ്പോൾ അതുപോലെ ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾ അതിലിങ്ങനെ കയറുന്നു, അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, അവിടെയുള്ള പുളിമരത്തിൻ്റെ അവിടെ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു, പുളി പറിക്കുന്നു, അതൊക്കെ ഇങ്ങനെ മിസ് ചെയ്യുക ഭയങ്കരമായിട്ട്. വല്ല ടൈം ട്രാവലൊക്കെ കണ്ടിട്ട് ഞാൻ ആദ്യം എൻ്റെ പാസ്റ്റിലോട്ട് പോകും, എന്നിട്ട് അവിടെ അങ്ങോട്ട് സ്റ്റക്കാവും, പിന്നെ തിരിച്ചു പോരില്ല. ഇതിൽ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. പിന്നെ ഞങ്ങളൊക്കെ എത്ര വർഷത്തിൽ ഓടി നടന്നതാണ്, ഇതുവരെ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴെ ആരും വീണ് മരിച്ചില്ല കേട്ടോ. പിന്നെ അപ്പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മഴക്കാലത്തൊക്കെ ഇറങ്ങുമ്പോൾ നരങ്ങി വീണിട്ടൊക്കെ ഉണ്ട്, അല്ലാതെ ഇത്രയും ഹൈറ്റിൽ നിന്ന് താഴോട്ട് വീണിട്ട് ഒന്നും പറ്റിയില്ല, അല്ല വീണിട്ടില്ല. പിന്നെ ഇവർ അങ്ങനെ അങ്ങോട്ടൊക്കെ പോയാൽ വലിയൊരു പാറുണ്ട്, ഗുഹ പോലെ അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഇപ്പം അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, കാരണം ഞങ്ങളൊക്കെ നടന്നെങ്കിൽ വഴികൾ പോലിപ്പോൾ ഫുള്ള് കാടാണ്. അപ്പോൾ പിന്നെ ആ ഗുഹൻ്റെ അവസ്ഥ പറയണ്ടല്ലോ, അങ്ങോട്ടൊക്കെ പോയാൽ ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ള് കാട് മൂടി കിടക്കുകയായിരിക്കും, പാമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ചെറുതായ സമയത്ത് ഞങ്ങൾ ഈ പറമ്പിൽ കൂടി ഈ കാട്ടുകൂടി ഓടി വൈകളായതാണോ അല്ലെങ്കിൽ പുല്ല് മുളയ്ക്കാതെ വന്നതാണോ? കാരണം ഞങ്ങളൊക്കെ ചൈൽഡ്ഹുഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഫുൾ കാട് പിടിച്ച് ആരും താമസമില്ലാത്തൊരു കൊടുങ്കാട് പോലെ ആയിപ്പോയി. പണ്ട് വിറകിനായി മെയിനായിട്ട് കാട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഗ്യാസൊക്കെ ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ പോകുന്നുണ്ടാവില്ല, അതൊക്കെ ആയിരിക്കും, അറിയില്ല. എന്തായാലും കാട് മൊത്തം കാടായിപ്പോയി. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്നൊക്കെ പറഞ്ഞ മാതിരി ഇപ്പോൾ ആരും ഇങ്ങോട്ടൊന്നും കയറുന്നില്ല. പിന്നെ ആ വീട് കണ്ടില്ലേ, ആ വീട്ടുകാർ ഇവിടുന്ന് താമസം മാറിപ്പോയത് പണ്ട് ഉരുൾ പൊട്ടിയിട്ട് ആ വീടിൻ്റെ ഒരു ഭാഗം മൊത്തം പോയി. ഇവിടെ നിന്നാൽ ശാന്തി ഹോസ്പിറ്റൽ കാണാം, കണ്ടോ, വളരെ ദൂരെ. അതാണ് ശാന്തി ഹോസ്പിറ്റൽ, ഞങ്ങളെ നാട്ടിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ വരുന്ന ഒരു ഹോസ്പിറ്റലാണത്. ഈ കാണുന്ന സ്ഥലം മൊത്തം റബ്ബർ തോട്ടങ്ങളായും, റബ്ബർ തോട്ടമായതുകൊണ്ട് ഇതുപോലെ കാടൊന്നും ഉണ്ടാവില്ല, റബ്ബർ മരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊക്കെ ഇതിൽ ഓടിച്ചാടി നടക്കാൻ. ഇവിടെ ഇപ്പോൾ പന്നി ഉണ്ട് എന്നാണ് പറഞ്ഞത്, പന്നി ഉള്ളതുകൊണ്ട് നമ്മൾ ഓടിച്ചിട്ട് കുത്തുന്നു. പണ്ട് കാലത്ത് ഇതൊന്നുമില്ല, പന്നിയില്ല, ഒരു മൃഗങ്ങളുമില്ല. 1-2 തവണയൊക്കെ കുരങ്ങന്മാർ വന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് ഇവിടെ ഒന്നും വരാത്ത നമുക്ക് സേഫായിട്ട് നടക്കാൻ പറ്റുന്നൊരു മലയും. പിന്നെ പാമ്പ് ഉണ്ടാവും കേട്ടോ, അത് അന്നുണ്ട് ഇന്നുണ്ട് ഇനി എന്നും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഇവിടെ പന്നി ഉള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പന്നി പ്രസവിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓടിച്ചിട്ട് കുത്തും. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവുകയാണ്, എൻ്റെ പ്ലാനുകളൊക്കെ തെറ്റി. പാറകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലൊരു പാറുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇതിന് മുമ്പ് ഞാൻ എൻ്റെ വീടിൻ്റെ ഇൻട്രോ എടുത്തൊരു പാറുണ്ട്, അവിടെയൊക്കെ പോവാം. അപ്പോൾ ഞാൻ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഇനി വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഫുള്ള് കാടാ. ഇനി കാട്ടുകൂടി വേണം ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. പണ്ട് ഈ വയ്യൊന്നുമില്ല കേട്ടോ, ചെറിയൊരു ഇടവൈ പോലെ ആയിരിക്കും, പക്ഷെ അതൊക്കെ പക്ക ക്ലീന് വയ്യായിരിക്കും. നമുക്ക് ഇവിടെ നോക്കിയാൽ അപ്പുറം വരെ കാണാം. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ടാൻ വേണ്ടി റോഡ് ഉണ്ടാക്കിയാണ്. ഇപ്പോൾ ഈ റോഡ് ഉപയോഗിക്കാൻ ഇല്ലാന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഫുള്ള് കാട് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ കാടുകളാണ് മക്കളെ. ഒന്ന് റോഡിലോട്ട് എത്തി കിട്ടിയാലൊരു സമാധാനമായി. പാമ്പിനെ മാത്രമേ പേടിയുള്ളൂ കേട്ടോ. പാമ്പിനെ കുറച്ച് ഒരു 2-3 മീറ്റർ അപ്പുറത്ത് കാണുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അല്ലാതെ പെട്ടെന്ന് മുന്നിൽ കണ്ടാൽ ഒന്ന് പതറും. ഓ, ഇവിടെ കുറേ മാവുകളുണ്ടായി, അതിലൊരു മാവ് ഇപ്പോഴും ജീവനോടുണ്ട്, ബാക്കി എല്ലാ മാവും മുറിച്ചു പോയി. ഫൈനലി നമ്മൾ റോഡ് കണ്ടിരിക്കുകയാണ്. ഓ, ഇവിടെ അതെന്താ വെച്ചത്, ഇതൊന്നും ആദ്യമില്ല കഴിഞ്ഞല്ലോ. എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടിയോ, ഇതൊക്കെ എന്ത് തേങ്ങാന്ന് പോലും എനിക്കറിയില്ല. നമുക്കെന്തായാലും ഇനി താഴോട്ട് പോയി ആദ്യം വെള്ളം കുടിക്കട്ടെ. ആ കാണുന്ന വീട് കണ്ടോ? ആ മോനിട്ടുണ്ടോ അവിടെ? മോനിട്ടുണ്ടോന്ന് ഇങ്ങനെ മനസ്സിലായില്ല. അങ്ങോട്ടൊക്കെ പോയിട്ടാണ് കാടുകൊണ്ട് പോകാനാകുന്നില്ല. ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീടാട്ടോ, അവളുടെ ഫാദറാണ് കണ്ടത്. ഇവിടെ പണ്ട് മുതലേ ആ മിറർ ഉണ്ടാവും. ഇവിടെ വെള്ളം വരുന്നുണ്ട്, കുറച്ച് വെള്ളം കുടിക്കട്ടെ. എന്തൊരാശ്വാസം എൻ്റെ വന്നെ. സജിയെ, ഞാൻ എൻ്റെ വെള്ളം എടുക്കാൻ മറന്നു, എനിക്ക് ദാഹിച്ചിട്ട്
ഓട്ടെ. ആ ടോപ്പിൽ കാണുന്നതാണ് എൻ്റെ വീട്. കണ്ടോ, ഇതാണ് ഞാൻ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ 16 വയസ്സ് വരെ ജീവിച്ച വീട്. വീട് മൊത്തം പോയിട്ടോ, നമ്മൾ കുറേ ആയല്ലോ താമസിക്കാതായിട്ട്. അപ്പം ഇങ്ങനെ ശോഷിച്ച് ഓൾമോസ്റ്റ് വീഴാനായിന്. അയൽക്കൂരൊക്കെ ഫുള്ള് പോയി കിടക്കുക. അപ്പോൾ ഞങ്ങൾ ഈ ദാർപ്പായി വെച്ചിട്ട് സെറ്റാക്കിയതാണ്. പിന്നെ മതിൽ പിടിഞ്ഞിട്ടുണ്ട്. ഞാൻ ചാവി എടുക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഇതിൻ്റെ ഹോം ടൂർ കാണിക്കുകയും. ഇനിയിപ്പോൾ എന്തായാലും നാളെ ഒന്നുകൂടി വന്നിട്ട് ഈ വീടും അതിൻ്റെ ഹോം ടൂറും സ്റ്റോറിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം എന്നായാലും ഇങ്ങനെ പോട്ടെ. ഇന്ന് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും നടന്നില്ല, വീഡിയോ എടുക്കലൊന്നും നടന്നില്ല. ഇതുണ്ട്, വ്ളോഗുണ്ട് എന്നല്ലാണ്ട് മെയിനായിട്ട് വന്ന വീഡിയോ എടുക്കാൻ വിചാരിച്ചൊന്നും നടന്നില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പാരൻസിനെ കട വെച്ച് കണ്ടിട്ടോ, അവരോട് കുറേ നേരം സംസാരിച്ച്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ വന്നാൽ പിന്നെ വീഡിയോ ഒക്കെ എടുത്തുതരാൻ ഒരാളായി. പിന്നെ അവനും റീൽസൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവന് വന്നാൽ അവൻ വരുന്നതിന് മുമ്പേ ഞാൻ പാർമ്മ പോകും. അപ്പോൾ വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് വീഡിയോസ് എടുക്കാമല്ലോ. എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള പറമ്പ. അപ്പോൾ ഇവിടെ ഒരു പാറുണ്ട്, ചെറിയ പാറ. ഞങ്ങൾ കുളിക്കാനൊക്കെ പണ്ട് ഇങ്ങോട്ടേ വരില്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ നമുക്കിവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാം. പാറ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇടയിൽ നിന്നിട്ട് വീഡിയോ എടുക്കാമെങ്കിലേ. പാറ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അവിടെ ചെറിയൊരു കുളമുണ്ട്. പിന്നെ ഈ മരം കണ്ടോ, ആ മരത്തിൻ്റെ മുകളിൽ ഞാൻ പണ്ട് ഏർമാട് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ തട്ടിക്കൂട്ട് ഏർമാട്. ഞങ്ങളെ വീട് പൊളിച്ച് നന്നാക്കുന്ന സമയത്ത് കുറേ പട്ടികയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ പട്ടികയൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് നല്ലോണം കെട്ടി ഒരു ചെറിയൊരു ഏർമാട ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. അന്നൊക്കെ ഞാൻ ഇതിൻ്റെ ഏതെങ്കിലും മരത്തിൻ്റെ മുകളുണ്ട്. അവിടെ ഒരു മരം ഉണ്ടായി, അത് മുറിച്ചില്ല. ഈ മരം കണ്ടോ, ഈ മരത്തിൻ്റെ മുകളിൽ കയറിക്കും. ആ കാണുന്ന മരത്തിൻ്റെ മുകളിൽ അതിന് സ്ഥിരമായിട്ടുണ്ടാവില്ല. ഏർമാട കൂടി ഉണ്ടാക്കിയ പിന്നെ ഞാൻ ഫുൾ ടൈം അവിടെ പോയും എക്സാമിനൊക്കെ പഠിക്കാനൊക്കെ അതിൻ്റെ മുകളിൽ പോയി കുത്തിരിക്കൽ. ഇവിടെ ഒരു മാവുണ്ടായി. എല്ലാം ഓർമ്മകൾ. അവിടെ കാട്ടിലൊക്കെ എന്തോ അനങ്ങുന്നുണ്ട്. അല്ല പന്നിയൊന്നല്ലായിരിക്കും. അപ്പോൾ എൻ്റെ ചാനലിലേക്കുള്ള വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ. ആ വീഡിയോയ്ക്ക് ഫസ്റ്റ് വരാം. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ജോലിയെക്കുറിച്ചും നിനക്ക് ജോലിയൊന്നും ആയിട്ടില്ലെന്ന് യുവാക്കൾ അല്ലെങ്കിൽ ഒരു 20 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്തത്. ഞാൻ നേരത്തെ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ അവൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവന് കയറി വരുന്നുണ്ട്. അപ്പോൾ അവന് യൂട്യൂബ് ചാനലുണ്ട്, പക്ഷേ അവനതിൽ വീഡിയോസ് ഒന്നും ഇടാറില്ല, ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ അവനോട് ഞാൻ പറയുന്നത് എന്തായാലും നീ ഇന്ന് ഒരു ലെങ്തി വീഡിയോ ഇടണമെന്നുള്ളത്. അപ്പോൾ എനിക്കാണ് വിശക്കുന്നുണ്ട്, ഞാനൊന്നും കൊണ്ടുവന്നില്ല. ഒരു പയം മാത്രമാണല്ലോ കൊണ്ടുവന്നത്, അത് കഴിച്ചു കഴിഞ്ഞു. അരമണിക്കൂർ വീഡിയോ എടുത്തപ്പോൾ തന്നെ തൊള്ളയിലെ വെള്ളം പറ്റി. കുറച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പം വരുന്നുണ്ട്, അവനെ കാണിക്കാം. നെറ്റ്ഫ്ലിക്സിൽ മൂവി കാണുകയായിരുന്നു. എൻ്റെ ഫേസ് കണ്ടുകൊടുക്കുക. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ ഫ്രണ്ട് ബിനു CJ. ഇവനൊരു യൂട്യൂബ് ചാനലുണ്ട്, പക്ഷേ വീഡിയോസ് ഒന്നും ഇടൂല. എന്താ പറയുക, ഷോർട്സ് മാത്രം ഇടും. വീഡിയോസ് റെഗുലർ അല്ല, ലെങ്തി വീഡിയോസ് പോസ്റ്റ് ചെയ്യല്ലേ? ഞാൻ പോസ്റ്റ് ചെയ്യും ഇങ്ങോട്ട്. അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളത്? എൻ്റെ ചാനൽ ലിങ്ക് ഞാനിതിൽ കൊടുക്കാം, ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഇവനെ കൊണ്ട് ഞാനൊരു വ്ളോഗ് എടുപ്പിച്ചിട്ട് അവനൊന്ന് പറഞ്ഞേക്കുള്ളൂ. ഞാൻ എടുക്കണോ? എന്താ ഇങ്ങോട്ട് വാ. വെയിറ്റ് ഗായ്സ്, ഈ കാണുന്ന പയ്യൻ ഫോൺ അഡിക്റ്റഡ് ആണ്. ഫുൾ ടൈം ഫോണാണ്. കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ കാണുന്നത്. അപ്പോഴും ഫോണിൽ തന്നെ, സംസാരിക്കാൻ പോലും ടൈമില്ല. എന്താടാ നീ ഇങ്ങനെ? വിശക്കുന്നു. ഫോണിൽ കളിച്ച വിശപ്പ് മാറുമോ? നമ്മൾ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നീ വന്നത്? എൻ്റെ വീഡിയോ ഒരു ക്ലിപ്പ് വരും നിൻ്റെ ബ്ലോഗിൽ. ഞാൻ ചലഞ്ച് ചെയ്യുന്നത് നിൻ്റെ എല്ലാ ക്ലിപ്പും നിൻ്റെ ചാനൽ യൂട്യൂബിൽ വ്ളോഗിലുണ്ടാകും. ആ കാര്യം ഷുവറാണ്. ഓക്കെ, നല്ല ഭംഗിയുണ്ടടാ, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഉങ്ക സ്മൈൽ ക്യൂട്ടായിരിക്ക്. ഐഫോൺ ക്ലാരിറ്റി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാലേ നീ വീഡിയോയിൽ നിൽക്കുള്ളൂ. ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ പോയി. നാളെ നീ ഇവിടെ ഉണ്ടാവില്ലേ? നീ പോകണ്ട. നമുക്ക് പാറമ്മ പോവാം. ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വരുമോ? ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വരുമോ പാറമ്മ പോവാൻ? പ്ലീസ്, നമ്മൾ വീഡിയോ എടുക്കാം, 2 റീലൊക്കെ എടുക്കാം. വരുമോ? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത് വന്നിട്ടുണ്ടല്ലോ, ട്രയൽ റീൽസ് എന്ന് പറഞ്ഞിട്ട്.
നമ്മൾ അപ്ലോഡ് ചെയ്താൽ നമ്മൾ ഫോളോ ലിസ്റ്റുള്ളവരൊന്നും കാണൂല. അല്ലാത്ത നമ്മൾ ഫോളോ ചെയ്യാത്ത നമ്മളെ വീഡിയോസ് കാണാത്തവർക്ക് മാത്രം റെക്കമെൻഡ് ചെയ്യും. എന്നിട്ട് ആ വീഡിയോ അത്യാവശ്യം വ്യൂസ് വരികയാണെങ്കിൽ നമുക്ക് ട്രയൽ മോഡിൽ നിന്ന് മാറ്റിയിട്ട് ഇതാക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തു. അങ്ങനെ അവൻ എന്നോട് പറഞ്ഞു, അടുത്ത ദിവസം ഈവനിങ് നീ വാ, നമുക്ക് പാർമ പോയി വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാം, എന്നിട്ട് അപ്ലോഡ് ചെയ്യാം, നിനക്ക് വേണമെങ്കിൽ വ്ളോഗിൻ്റെ ബാക്കി അപ്പ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോയി. പിറ്റേന്ന് അവൻ എക്സാം കാര്യങ്ങളാണ് ബിസിയായി. അങ്ങനെ കുറേ ദിവസങ്ങൾ പോയി. ഞാൻ ഒരാഴ്ച വെയിറ്റ് ചെയ്തു. ഒരാഴ്ച ആയിട്ടും ഒന്നും സംഭവിച്ചില്ല. ലാസ്റ്റ് എനിക്ക് തോന്നി ഇനി പാർമ പോകില്ല, അല്ലെങ്കിൽ ഈ വ്ളോഗിൻ്റെ ബാക്കി ഷൂട്ട് ചെയ്യലൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ ഉള്ള ഫുട്ടേജസ് വെച്ചിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഒരാഴ്ചക്ക് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ തട്ടിക്കൂട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ ബൈ.